കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി സെമസ്റ്റർ 1 പ്രിസ്ക്രൈബ് ചെയ്ത ലാംഗ്വേജ് സ്കിൽസിലെ ഇൻട്രൊഡക്ഷൻ ടു ഫോണറ്റിക്സ് പാർട്ട് 1 വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസ്ക്ലെയിമർ: ഫോണറ്റിക്സ് കൻ നോട്ട് ബി മാസ്റ്റേർഡ് വിത്ത് വൺ വീഡിയോ. N-A-T-U-R-E Natture F-U-T-U-R-E Putture Natture. ഇപ്പോൾ ഇതൊക്കെ കണ്ട് ചിരിക്കുമെങ്കിലും എത്രയോ അബദ്ധങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിന് വലിയ എക്സ്പോഷർ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ സ്പെല്ലിങ്, അതുപോലെ അത് വായിച്ചെടുക്കുന്നത്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഫോർ ഓൾ ഓഫ് us. സോ വെൽക്കം ഓൾ ഓഫ് യു ടു ഫോണറ്റിക്സ് പാർട്ട് 1. ലാംഗ്വേജ് സ്കിൽസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് ഫോണറ്റിക്സ്. ഒത്തിരി ഡെപ്തിൽ നമുക്ക് പോകണ്ടെങ്കിലും വി ഹാവ് ടു നോ വാട്ട് ഫോണറ്റിക്സ് ഈസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഫോണറ്റിക്സ് പഠിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് എൻ അൺഫോണറ്റിക് ലാംഗ്വേജ്. മലയാളം എന്ന നമ്മുടെ മാതൃഭാഷ, ബിക്കോസ് ഇറ്റ് ഈസ് ഫോണറ്റിക്, നമ്മൾ ആ മലയാളത്തിന് ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിനെ പഠിക്കാനും ഇംഗ്ലീഷിനെ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും പല അബദ്ധങ്ങളും നമുക്ക് പറ്റാറുള്ളത്. അബദ്ധങ്ങൾ നമുക്ക് വിളിക്കാൻ പറ്റില്ല. വി ആർ അപ്രോച്ചിങ് ഇറ്റ് വിത്ത് ദ ലോജിക് ഓഫ് അവർ മദർ ടങ്. മലയാളം ഈസ് എ ഫോണറ്റിക് ലാംഗ്വേജ്. ഫോണറ്റിക് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം സൗണ്ടുകളുണ്ടോ നമ്മുടെ ഭാഷയിൽ, നമ്മൾ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ നിന്നുകൊണ്ടല്ലേ ഒരു ഭാഷ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 56 ഡിഫറെൻറ്റ് സൗണ്ട്സിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നിന്നിട്ടാണ് നമ്മൾ മലയാളം ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് അത്രയും തന്നെ നമുക്ക് ലെറ്റേഴ്സ് ഉണ്ട് മലയാളം. ഈ 56 ഡിഫറെൻറ്റ് സൗണ്ട്സിനെയും സ്ക്രിപ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലെറ്റേഴ്സ് ഉണ്ട്. സോ മലയാളം ഈസ് എ ഫോണറ്റിക് ലാംഗ്വേജ്. വെറസ് ഇംഗ്ലീഷ് ഇറ്റ്സ് എൻ അൺഫോണറ്റിക് ലാംഗ്വേജ്. കാരണം ഇംഗ്ലീഷിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ദേ യൂസ് എ permutation combination of 44 different sounds. 44 different sounds. പക്ഷേ ഈ 44 different soundsനെ സ്ക്രിപ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് we know only 26 different alphabets. അത് മാത്രമേ നമ്മൾ പഠിപ്പിച്ചു വിട്ടിട്ടുള്ളൂ. സോ that creates all this discrepancy between the സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. അതൊരു വലിയ കാര്യമാണ്. അൺഫോണറ്റിക് ആണ് ഇംഗ്ലീഷ് എന്നുള്ളത്. അപ്പോൾ അൺഫോണറ്റിക് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഫോണറ്റിക്സ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമായിട്ട് ഈ ലാംഗ്വേജ് സ്കിൽസിൽ വരുന്നതും. അപ്പോൾ ആ ഫോണറ്റിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റിനെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അൺഫോണറ്റിക് ആണ് ഇംഗ്ലീഷ് എങ്കിൽ ദേ ഹാവ് ഫൗണ്ട് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. What? That is phonetics. They have studied these 44 sounds very painstakingly. അവർ ഈ 44 സൗണ്ട്സിനെ കുറിച്ച് വളരെ കൃത്യമായി പഠനങ്ങൾ നടത്തി അതിനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഈ ഓരോ 44 സൗണ്ട്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ആൽഫബറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റിൽ നിന്ന് അവരെടുത്ത ആൽഫബറ്റ് സ്ക്രിപ്റ്റ്, ഒരു പുതിയ സ്ക്രിപ്റ്റ്. അപ്പോൾ ഈ 44 ഡിഫറെൻറ്റ് പുതിയ ഒരു 44 ലെറ്റേഴ്സിന് നമുക്കിനി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഫോണറ്റിക്സ് വരുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് എ തിങ്, ദാറ്റ് ഇസ് എ ചാലഞ്ച് ബിഫോർ us. വി ഹാവ് ടു ലേൺ എ ന്യൂ ആൽഫബറ്റ് സിസ്റ്റം ഹിയർ. ഫോണറ്റിക് ആൽഫബറ്റ്സിനെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെ പഠിക്കുന്നതിന് മുമ്പ്, ഈ ഫോണറ്റിക് ആൽഫബറ്റ്സിനെ പഠിക്കുന്നതിന് മുമ്പ് ഈ സൗണ്ട്സ് എന്താണെന്ന് അറിയണ്ടേ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ട്സ്, നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ വി സ്പീക്ക് മംഗ്ലീഷ്. സോ അവർ സൗണ്ട്സ് ആർ ക്ലൗഡഡ് വിത്ത് മലയാളം, ഇൻഫ്ലുവൻസ് ലോട്ട് വിത്ത് മലയാളം. ഇംഗ്ലീഷ് ഫോണറ്റിക്സ് പഠിക്കാനും പഠിപ്പിക്കാനും ഒരു സ്റ്റാൻഡേർഡ് ഒരു ഡയലക്റ്റ് നമുക്ക് വേണമല്ലോ. അപ്പം മലയാളം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ മധ്യ തിരുവിതാംകൂർ ഭാഷ എടുക്കുമല്ലോ, അച്ചടിയൊക്കെ ആദ്യം വന്ന സ്ഥലം. അപ്പോൾ അവിടുത്തെ മലയാളമാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷിൻ്റെ കേസിലും അങ്ങനെ ഒരു പ്രിവിലേജ് ഡയലക്റ്റ് ഒരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ പോകുന്ന 44 ഡിഫറെൻറ്റ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ഈ പ്രത്യേക സ്റ്റാൻഡേർഡിൽ നിന്നാണ്. ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് അതിനെ വിളിക്കുന്നത് RP എന്നാണ്, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇംഗ്ലീഷ് ദാറ്റ് ഇസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ആർ സ്പോക്കൺ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, കനേഡിയൻ ഇംഗ്ലീഷ് ഉണ്ട്. ഇതിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെ ഒത്തിരി ഡയലക്ട്സ് ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ബ്രിട്ടനിൽ, ലണ്ടനിൽ, ഇൻ ആൻഡ് അറൗണ്ട് ലണ്ടനിൽ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് ഏരിയയിലൊക്കെ അവിടെ എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സൊക്കെ സംസാരിക്കുന്ന ഒരു പ്രിവിലേജ്ഡ് സോഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ അക്വയർ ചെയ്ത ഒരു ഡയലക്റ്റിനെയാണ് ഇവർ RP, റിസീവ് പ്രൊനൗൺസിയേഷൻ എന്ന് വിളിക്കുന്നത്. അതിലെ സൗണ്ട്സ് ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് എന്ന ഡയലക്റ്റിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് ഈ RP അല്ലെങ്കിൽ റിസീവ് പ്രൊനൗൺസിയേഷൻ. ഈ 44 ഡിഫറെൻറ്റ് സൗണ്ട്സ്, ഈ 44 ഡിഫറെൻറ്റ് സൗണ്ട്സ്, ഓരോ സൗണ്ടും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്, എങ്ങനെയാണ് അത് സിമിലർ ആയിരിക്കുന്നത് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് സീ വാട്ട് ഫോണറ്റിക്സ് ഈസ്. ഓക്കെ, ഫോണറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, transmission and reception of speech sounds in human beings.
ഹ്യൂമൻ ബീങ്സിൽ അനിമൽസും ബേർഡ്സും ഒക്കെ ദേ ഓൾ പ്രൊഡ്യൂസ് സൗണ്ട്സ്. ഓക്കെ, ദേ ടേക്ക് ഇൻ എയർ, fill their lungs and give out air, and there is this voice box and vocal cords, they vibrate and they produce different varieties of sounds. Human beings in the case ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ സൗണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ബേസിക് ആയിട്ട് നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സൗണ്ട് മാനിപ്പുലേറ്റഡ് ആവുന്നതെന്നും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ സ്പീച്ച് ഓർഗൻസിൻ്റെ ഒരു കിടപ്പ്, ഒരു ലേ ഔട്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഈ സ്പീച്ച് ഓർഗൻസിൽ ബേസിക്കലി ദർ ഇസ് ലങ്സ്, ദർ ഇസ് ദിസ് വിൻഡ് പൈപ്പ് കോൾഡ് ട്രക്കിയ, ദർ ഇസ് ദിസ് ലാരിങ്സ് വിത്ത് വോക്കൽ കോഡ്സ്. ഈ ലാരിങ്സ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. പല ക്വാളിറ്റീസ് ഓഫ് സൗണ്ട്സ് പല രീതിയിൽ ഉണ്ടാകുന്നത് അല്ലേ. എന്നിട്ട് ഈ സൗണ്ട്സിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പീച്ച് ഓർഗൻസ് വെച്ചിട്ടാണ്. നമ്മുടെ കുറുനാവുണ്ട്, ഓക്കെ, എപ്പിഗ്ലോട്ടിസ്, ദെൻ യു ഹാവ് യുവർ ബാക്ക് ഓഫ് ദ ടങ്, ദ മിഡിൽ ഓഫ് യുവർ ടങ്, ടിപ്പ് ഓഫ് യുവർ ടങ്, ദ റിഡ്ജ് ഓഫ് യുവർ ടങ് ഇല്ലേ, യുവർ അപ്പർ ടീത്ത് റോ, ലോവർ ടീത്ത് റോ, യുവർ ലിപ്സ്, ഇതൊക്കെ നമ്മുടെ സ്പീച്ച് ഓർഗൻസ് ആണ്. അപ്പം നമ്മൾ ഓരോ സ്പീച്ച് നമ്മൾ ഓരോ സൗണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഇംഗ്ലീഷിൽ ഓരോ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹൗ ഓൾ ദീസ് തിങ്സ് ആർ ഇൻവോൾവ് എന്നുള്ളത്. ഇപ്പോൾ ഇഫ് യു മേക്ക് ദ സൗണ്ട് വ സി വ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ അപ്പർ ടീത്ത് റിച്ച് ആൻഡ് ദ ലോവർ ലിപ്പ് വ. എന്നാൽ അങ്ങനെ ലങ്സ് പുറന്തള്ളുന്ന എയർ സ്ട്രീമിനെ ഈ ഓരോ സ്പീച്ച് ഓർഗൻസും പല രീതിയിലാണ് മോഡിഫൈ ചെയ്ത് യുണീക്ക് ആയിട്ടുള്ള സൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ലിപ്സ് എങ്ങനെയാണ് വവൽ സൗണ്ട്സിനെയും അതേപോലെ കോൺസണന്റ് സൗണ്ട്സിനെയും ഓരോന്നിനെയും മോഡിഫൈ ചെയ്യുന്നത് നോക്കുക. ലിപ്സിൻ്റെ എങ്ങനത്തെ പൊസിഷനിങ്സ് ആണെന്ന് നോക്കുക. അതേപോലെ ലിപ്സ് മാത്രമല്ല, ടങ് ഇസ് ഇൻവോൾവ്, ദ റൂഫ് ഓഫ് യുവർ മൗത്ത് ഇസ് ഇൻവോൾവ്, ദ ടീത്ത് റിഡ്ജസ് ആർ ഇൻവോൾവ്, ലിപ്സ് ആർ ഇൻവോൾവ്. ഓരോന്നും ഈ സൗണ്ടിനെ മോഡിഫൈ ചെയ്ത് അതിന് പ്രത്യേക ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. സോ ഇതിനെ വളരെ കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് ഈ 44 ഡിഫറെൻറ്റ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷിനെ 2 ബേസിക് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, വവൽസ് ആൻഡ് കോൺസണൻസ്. ഈ വവൽസും കോൺസണൻസിനും തന്നെ വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓരോ ക്വാളിറ്റി അനുസരിച്ചിട്ട്, സൗണ്ട് ക്വാളിറ്റിയും ഈ സ്പീച്ച് ഓർഗൻസിൻ്റെ പൊസിഷനിങ്ങും വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പീരിയോഡിക് ടേബിളൊക്കെ പോലെ, കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ, അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ഇത് നോക്കേണ്ടതായിട്ടില്ല. വി ഹാവ് ടു ബട്ട് recognize these 44 basic sounds in English. ഈ 44 സൗണ്ട്സിന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും ഈ 44 സൗണ്ട്സിന് ഡിനോട്ട് ചെയ്യാറുള്ള നൊട്ടേഷൻസ്, ആ ആൽഫബറ്റ്, ഫോണറ്റിക് ആൽഫബറ്റ് നമ്മൾ പഠിക്കുകയും നമ്മൾ അറിയുകയും വേണം. അത് വെച്ചിട്ട് നമുക്ക് ചെറിയ വേർഡ്സ് ഒക്കെ ട്രാൻസ്ക്രൈബ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ബേസിക്കലി ആദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വവൽ സൗണ്ട്സ്, ആ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, വവൽ സൗണ്ട്സ്, കോൺസണന്റ് സൗണ്ട്സ്. വി ആർ ഗോയിങ് ടു സീ വാട്ട് വവൽ സൗണ്ട്സ് ആർ, വി ആർ ഗോയിങ് ടു സീ വാട്ട് കോൺസണന്റ് സൗണ്ട്സ് ആർ, ആൻഡ് ഹൗ ദേ ആർ classified. Let us see what these vowel sounds are. Vowel sounds are sounds during the production of which air passes through the mouth cavity freely and continuously without any frictional sound. ഒരു ഫ്രിക്ഷനും ഇല്ലാതെ ഫ്രീ പാസേജ്, ഫ്രീ ഫ്ലോ ഓഫ് എയർ ത്രൂ ദ മൗത്ത് ക്യാവിറ്റി. വവൽ സൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. സോ ദോസ് ആർ വവൽ സൗണ്ട്സ്. അതാണ് ഈ 20 വവൽ സൗണ്ട്സ്. ഈ 20 വവൽ സൗണ്ട്സിൽ എഗെയിൻ അവരിന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദർ ആർ ഈ 20 വവൽ സൗണ്ട്സിൽ ദർ ആർ 12 പ്യുവർ വവൽസ് ആൻഡ് 8 ഡിഫ്തോങ്സ്. ഞാൻ ഓക്കെ, എൻ്റെ മംഗ്ലീഷ് തന്നെയാണ്, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും മംഗ്ലീഷ് ആയി പോകും, അത് വേറെ കാര്യം. അപ്പോൾ എനിവേ ദർ ആർ 12 പ്യുവർ വവൽസ് ആൻഡ് 8 ഡിഫ്തോങ്സ്. ഓക്കെ, ഇനി പ്യുവർ വവൽസ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു 7 ഷോർട്ട് വവൽസ് ആൻഡ് 5 ലോങ് വവൽസ്. ഈ പ്യുവർ വവൽസിന് തന്നെ ഈ 12 എണ്ണം ഉള്ളതിൽ 7 ഷോർട്ട് വവൽസ് ആർ ദെയർ ആൻഡ് 5 ലോങ് വവൽസ് ആർ ദെയർ. നമുക്ക് ആദ്യമേ 7 ഷോർട്ട് വവൽസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഷോർട്ട് വവൽസ് ആർ ഇത് ബിറ്റ്, ബിസി എന്നൊക്കെ ഉള്ള വാക്കുകളിൽ വരുന്ന എന്ന സൗണ്ട്, ആദ്യത്തെ എന്ന സൗണ്ട്. പിന്നെ പെറ്റ് എന്ന സൗണ്ട്, എനിയിലൊക്കെ വരുന്ന എന്ന സൗണ്ട്. ഇനി ആപ്പിൾ, ബാങ്കിൽ വരുന്ന ആപ്പിളല്ല ആണ് ശരിക്കും ഉണ്ടാവുന്നത്, എന്ന സൗണ്ട്. ഓക്കെ, എന്ന സൗണ്ട്. ഇനി വുഡ്, പുഷ് ഇതിലൊക്കെ വരുന്ന ഓ എന്ന സൗണ്ട്. ഓക്കെ, ഇനി 5th വൺ ഹോട്ട്, ഓഫീസ് ഇതിലൊക്കെ വരുന്ന ഓ എന്ന സൗണ്ട്. ഇനി 6th വൺ ബസ്, അണ്ടർ ഇതിലൊക്കെ വരുന്ന ഓ എന്ന സൗണ്ട്. ഇനി 7th വൺ ഫൈനൽ സൗണ്ട് ഇസ് അബൌ, ഡോക്ടർ ഇതിലൊക്കെ വരുന്ന എന്ന സൗണ്ട്. ഇത്രയും 7 സൗണ്ട്സ്. ഓക്കെ, ജസ്റ്റ് പിന്നെ ഫൈൻഡ് ഔട്ട്, അത് നന്നായിട്ട് നിങ്ങളൊന്ന് നോക്കുക. ഇതാണ് 7 ഷോർട്ട് വവൽസ്. ഇനി ലോങ് വവൽസ് കുറച്ചുകൂടി എളുപ്പമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്താണ്? ഫസ്റ്റ് ഈസ് ഇ, ഈറ്റ്, സി ഇതിലൊക്കെ വരുന്ന ഇ എന്ന സൗണ്ട്. സെക്കൻഡ് ഈസ് ഊസ്, ഷൂ ഇതിലൊക്കെ വരുന്ന ഊ എന്ന സൗണ്ട്. തേർഡ് ഈസ് ആർട്ട്, ഡാൻസ് ഇതിലൊക്കെ വരുന്ന ആ എന്ന സൗണ്ട്. നൗ ഫോർത്ത് ഈസ് വാട്ടർ, സോ ഇതിലൊക്കെ വരുന്ന ഓ എന്ന സൗണ്ട്, ഓ. ഓക്കെ, നൗ
ഓ ഓ അല്ല ആ എന്ന സൗണ്ട് ആ വാട്ടർ. ഓ എന്നത് മലയാളമാണ് കേട്ടോ. ഓ ഓ മനി ഓ, ഇത് ആ എന്ന സൗണ്ട്. അഞ്ചാമത്തത് സ്കേർട്ട്, ഹ എന്നൊക്കെ വന്ന് എന്ന സൗണ്ട്. HER ഹറല്ല ഹ എന്നാണ്, ഹ. അപ്പം എന്ന സൗണ്ട്. സോ ദീസ് ആർ ദ 12 വവൽസ്, പ്യുവർ വവൽസ്, 7 ഷോർട്ട് ആൻഡ് 5 ലോങ്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യുന്ന വീഡിയോസ് ഞാൻ വേറെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ ഇനി ഡിഫ്തോങ്സ്. ലെറ്റ് us see ഡിഫ്തോങ്സ്. ഡിഫ്തോങ്സ് എന്ന് പറയുമ്പോൾ ദേ ഓൾസോ വവൽസ്. പക്ഷേ these are sounds during the production of which tongue starts in the position of a particular vowel and then moves in the direction of another vowel within a single syllable. So ഒരു സിംഗിൾ സൗണ്ട് ആണ്, പക്ഷെ അവിടെ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നാവ് ഒരു വവലിൻ്റെ പൊസിഷനിൽ തുടങ്ങും, എന്നിട്ട് അത് സ്ലൈഡ് ചെയ്തിട്ട് വേറൊരു വവലിൻ്റെ പൊസിഷനിൽ പോയി നിൽക്കുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഏജ്, നമ്മൾ ഏജ് എന്നാ പറയുന്നത്, ഏജ് അല്ലേ, പക്ഷെ ശരിക്കും അത് സായിപ്പ് പറയുമ്പോൾ ഏജ് എന്നാ പറഞ്ഞത്. ആയിൽ തുടങ്ങി എയിൽ തുടങ്ങി ഈയിൽ വന്ന് നിൽക്കും, ഏജ് ഇല്ലേ. MAY മെയ്, TAKE ടേക്ക്, ഓക്കെ. ഫെയ്റ്റ്, ഫെയ്റ്റ്. അപ്പൊ എന്ന സൗണ്ട് ആണത്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിഫ്തോങ്. സെക്കൻഡ് ഡിഫ്തോങ് ഇസ് ബോയ്, ടോയിലൊക്കെ വരുന്ന ഓയ്, ഓയിൽ തുടങ്ങി ഈയിൽ വന്ന് നിൽക്കും, ഓയ് ഓയ്. ഓക്കെ, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ഡിഫ്തോങ്. തേർഡ് വൺ ഇസ് ഫ്ലൈ, ഡൈയിലൊക്കെ വരുന്ന ഐ എന്ന സൗണ്ട്, ഐ. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ് us look at the next fourth diphthong, which is nose, boat ഇലൊക്കെ വരുന്ന ഔ, ഔ. നോസ് അല്ല, ബോട്ടല്ല, ഇറ്റ് ഇസ് നോസ്, ബോട്ട്, ഇങ്ങനെയൊക്കെയാണ് സായിപ്പ് പറയുക. ഓക്കെ, RPയിൽ നോസ്, ബോട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ ഇസ് നൗ, ഹൗസ്, ഔ. ഔ അല്ല, ആവ്. ഓക്കെ, നേരത്തെ ഔ ആയിരുന്നു, ഇത് ആവ് ആണ്. ഓക്കെ, നൗ, വാവ്. ഓക്കെ, സെവൻത്ത് വൺ ഇസ് ഹെയർ. ഹെയർ അല്ല, നമ്മൾ HAIR ഹെയർ എന്ന് പറയും. ഇറ്റ് ഇസ് നോട്ട് HAIR ഹെയർ, ഇറ്റ് ഇസ് ഹെയർ, എയർ, കേട്ടോ. ഹെയർ, ഹെയർ, ഫെയർ. സെവൻത്ത് വൺ ഇസ് ഡിയർ, നിയർ, ഇയർ, ഇയർ. ഓക്കെ, എയ്ത്ത് വൺ ഇസ് ഉവർ, പ്യൂവർ, ഫ്യൂവർ, ടൂവർ, TOUR, ടൂർ പോകണമെന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി ടൂവർ, ഉവർ. അപ്പം ദീസ് ആർ ദ 20 vowels. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓടിച്ചു വിട്ടതാണ്, പക്ഷേ യു ഹാവ് ടു സിറ്റ് ഇൻ get familiar with all these vowels. Okay, now there are consonants. Consonants are sounds during the production of which there is an obstruction in the mouth, giving rise to an audible friction. മൗത്തിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എയറിനെ ബ്ലോക്ക് ചെയ്യും. വവൽസ് പറയുമ്പോൾ ഒരു ബ്ലോക്കും ഇല്ല, എയർ ഫ്ലോ ഫ്രീ ഫ്ലോ ആണ്. മറ്റേ അങ്ങനെയല്ല, മ പറയുമ്പോൾ നമ്മൾ രണ്ട് ചുണ്ടും അടയ്ക്കുന്നില്ലേ, വ പറയുമ്പോൾ ഇതാണ്ട ഇത് വന്നേ, ഡ പറയുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ വി ആർ ബ്ലോക്കിംഗ് എയർ സംവെയർ. ഓക്കെ, അങ്ങനെ 24 ഡിഫറെൻറ്റ് കോൺസണന്റ് സൗണ്ട്സ് ആണ്. അത് വലിയ പ്രയാസമില്ല, ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒന്നൊന്നായി എണ്ണി ഓരോ കോൺസണൻസിൻ്റെ സൗണ്ട്സ് എന്താണെന്നൊക്കെ നോക്കാം. 24 കോൺസണൻസ്. ഫസ്റ്റ് പിറ്റിലെ പ എന്ന സൗണ്ട്, ബ എന്ന സൗണ്ട് ബിറ്റിലെ, ടാബിലെ ട് എന്ന സൗണ്ട്, ഡാബിലെ ഡ എന്ന സൗണ്ട്, ക്യാബിലെ ക എന്ന സൗണ്ട്. കണ്ടോ, സി ആണെങ്കിൽ നമ്മൾ സൗണ്ട് ക ആണ് അവിടെ. ഓക്കെ, ഗ്യാബിലെ ഗ എന്ന സൗണ്ട്, ഫാനിലെ ഫ എന്ന സൗണ്ട്, വാനിലെ വ എന്ന സൗണ്ട്, മുകളിലത്തെ ടീത്ത് റോയും താഴത്തെ ലിപ്സും കൂടെ മുട്ടുന്ന വ എന്ന സൗണ്ട്, സാഡിലെ സ എന്ന സൗണ്ട്, സൂയിലെ സ എന്ന സൗണ്ട്, മാനിലെ മ, നോട്ടിലെ ന എന്ന സൗണ്ട്, ഹോട്ടിലെ ഹ, ലാഡിലെ ല, റെഡിലെ റ്, വെഡിലെ വ. അതൊരു വ്യത്യാസമാണ് കേട്ടോ. പിന്നെ വാനിലെ വ അല്ല, എട്ടാമത്തെ അല്ല, വാനിലെ വ അല്ല, ഇത് വ ആണ്. അപ്പം രണ്ട് ലിപ്സും കൂടെ റൗണ്ടഡ് ചെയ്തിട്ടാണ്, റൗണ്ടഡ് ആയിട്ട് വന്നിട്ട് വ ആണ്. തോട്ടിലെ ഥ, എന്നാണ് ഥ, അത് തീറ്റ പോലത്തെ ഒരു നൊട്ടേഷൻ. ദെമ്മിലെ ദ, അത് കുറച്ച് ഇതായിട്ടുള്ള പതുങ്ങിയതാണ്. ഷയിലെ ഷ, ട്രഷറിലെ ഴ ആണത്, ഷ അല്ല ഴ. ഓക്കെ, ചൈമിലെ ഛിൻ്റെ നൊട്ടേഷൻ നോക്കുക, രണ്ട് നൊട്ടേഷൻസും കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ ജാമിലെ ജ, അതൊക്കെ നോക്കിക്കൊള്ളാം കേട്ടോ. യമ്മിലെ യ, അത് വേറെ ഒരു നൊട്ടേഷനാണ്, ജെ എന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇത് യ. ആൻഡ് സിങ്ങിലെ ങ്,
ങ എന്ന സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 24 സൗണ്ട്സ് ആണുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ കറക്റ്റ് എല്ലാ സൗണ്ട്സും കറക്റ്റായിട്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുകയോ മനസ്സിലാക്കിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നൗ ഓഫ് ലേറ്റ് നമ്മുടെ കുട്ടികൾ ദേ ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ എക്സ്പോസ് ടു ഇംഗ്ലീഷ്. കൂടുതൽ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്, RP അല്ല. ഇംഗ്ലീഷ് മറ്റേ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് ഇവർ വിളിക്കുന്ന RP അല്ല. നമ്മൾ RPയിലും ഉള്ളപ്പോൾ സീരീസൊക്കെ കാണുമ്പോൾ, ഇംഗ്ലീഷ് സീരീസ്, ബ്രിട്ടീഷ് സീരീസൊക്കെ കാണുമ്പോൾ യു മൈറ്റ് ഗെറ്റ് എക്സ്പോസ് ടു ദാറ്റ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. എന്തൊക്കെ വന്നാലും യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദീസ്. വളരെ കൃത്യമായിട്ട് ഈ സൗണ്ട്സ് എല്ലാം മനസ്സിലാക്കിയ ശേഷം വി വിൽ ഹാവ് ടു ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ദ ലൈവ് ക്ലാസ്സസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.